അപൂർവ രോഗം ബാധിച്ച യുവാവിന്റെ ചികിത്സയ്ക്കായുള്ള ധനശേഖരണം ഞായറാഴ്ച നടക്കും. മാഞ്ഞൂർ സൗത്ത് മൂശാരിപ്പറമ്പിൽ പ്രശോഭ് പുരുഷോത്തമനു വേണ്ടിയാണ് നാടൊരുമിക്കുന്നത്. തലച്ചോറിനെ ബാധിച്ച രോഗത്തെ തുടർന്ന് പ്രശോഭ് ICUവിൽ ചികിത്സയിൽ കഴിയുകയാണ്. പ്രശോഭിന്റെ ചികിത്സയ്ക്കായി 40 ലക്ഷം രൂപയാണ് വേണ്ടിവരുന്നതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കോട്ടയത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന പ്രശോഭിന് പെട്ടെന്ന് പനി പിടിപെട്ടു. പിന്നീട് പനി മാറിയെങ്കിലും 2 ദിവസം കഴിഞ്ഞ് രാത്രിയിൽ അബോധാവസ്ഥയിലായ പ്രശോഭിനെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് തലച്ചോറിനെ ബാധിക്കുന്ന ട്യൂബർകുലോസിസ് മെനഞ്ചിറ്റിസ് എന്ന അപൂർവ രോഗമാണ് പ്രശോഭിന് പിടിപെട്ടിരിക്കുന്നത് എന്ന് അറിയാൻ സാധിച്ചത്. രാജഗിരി ഹോസ്പിറ്റലിൽ ICUവിലാണ് പ്രശോഭ് കഴിയുന്നത്. 10 ലക്ഷത്തോളം രൂപ ഇപ്പോൾ തന്നെ ചികിത്സയ്ക്ക് ചെലവായി. ബാക്കിയുള്ള തുക കണ്ടെത്താൻ കഴിയാതെ നിസ്സഹായരാണ് ഈ കുടുംബം. കയ്യിൽ ഉണ്ടായിരുന്നതും കടം മേടിച്ചും മറ്റുമാണ് ഇതുവരെ ചികിത്സ നടത്തിയത്. പ്രശോഭിന്റെ അച്ഛൻ പുരുഷോത്തമൻ കുറുപ്പുന്തറ ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പ് നടത്തുകയാണ്. ഇതിൽ നിന്നും കാര്യമായ വരുമാനം ലഭിക്കുന്നില്ല. 40 ലക്ഷം എന്ന ഭീമമായ തുക എങ്ങനെ കണ്ടെത്തും എന്ന് ഈ കുടുംബത്തിന് ഒരു നിശ്ചയവുമില്ല. അവന് ഏറ്റുമാനൂർ ഒരു അപ്പയുടെ ബോഡി ഉണ്ടാക്കുന്ന കമ്പനി പണിതുകൊണ്ടിരിക്കുകയാണ്. പോളിടെക്നിക് മെക്കാനിക്ക് പാസ്സായതാണ്. അവന് ഈ കഴിഞ്ഞ ഇവിടുത്തെ വെള്ളിയാഴ്ച വൈകിട്ട് ഒരു 3 മണി ആയപ്പോഴത്തേനും 3:30 ആയപ്പോഴത്തേനും പെട്ടെന്നൊരു കാറിച്ച ഒരു വലിയ ശബ്ദം കേട്ട് ഞങ്ങൾ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൻ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. ബോധമില്ലാതെ കിടന്നു കഴിഞ്ഞ് ഞങ്ങൾ അവനെ എടുത്ത് കുറുപ്പന്തറ സെൻറ്റ് സേവിയേഴ്സ് ആശുപത്രി കൊണ്ടുപോയി. അവർ പറഞ്ഞ് നേരെ മെഡിക്കൽ കോളേജിലെ കാരിത്താസിൽ ഇപ്പം തന്നെ പൊക്കോളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അത് കേട്ട് ഞങ്ങൾ കാരിത്താസിൽ കയറി 3 ദിവസം കാരിത്താസിൽ ചികിത്സ ചെയ്ത് പുരോഗതി കാണാൻ വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ അടുത്ത് ഒരു സിസ്റ്ററുണ്ട്. സിസ്റ്റർ കാരിത്താസിലെ മെയിൻ ആളായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി ഇതെല്ലാം നോക്കി കണ്ടുവച്ച് പറഞ്ഞ് ഇന്നപോലെ ഇവൻ്റെ നില വളരെ ഗുരുതരമാണ്, ഇവനെ നമുക്ക് ഇവിടുന്ന് മാറ്റണം, അത് നമുക്ക് രാജഗിരിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. രാജഗിരിയിലേക്ക് കൊണ്ടുപോയി. രാജഗിരി പിറ്റേ ദിവസം അന്ന് വൈകിട്ട് ഒരു 5 മണി ആയപ്പോൾ രാജഗിരി ആശുപത്രി കൊണ്ടുപോയി. അവിടെ ICUവിൽ പ്രവേശിച്ചിരിക്കുകയാണ്. പക്ഷേ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സാമ്പത്തികം തീരെ മോശത്തിലാണ്. ഞങ്ങൾ ഇപ്പോൾ തന്നെ 10 ലക്ഷം രൂപയോളം ചിലവായി. അത് ഞങ്ങൾ കടം മേടിച്ചും വിറ്റും തെളിച്ചുമൊക്കെ ആയിട്ട് നടത്തി. ഇനി ഞങ്ങൾക്ക് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ ഡോക്ടർ പറഞ്ഞ 40 ലക്ഷം രൂപ ആകുമെന്നാണ് പറഞ്ഞത്. സുഖമായി വരുമ്പോഴത്തേനും കുറച്ച് ദിവസം കിടക്കണം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കൊണ്ടൊരു മാർഗവും ഇല്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അതിന് നാട്ടുകാരുടെയും അയൽക്കാരുടെയും ഒക്കെ സഹായമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് മെമ്പർ സുനു ജോർജിന്റെ നേതൃത്വത്തിൽ പ്രശോഭിന്റെ ചികിത്സയ്ക്കായി സഹായ ഫണ്ട് ശേഖരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മോൻസ് ജോസഫ് MLA, മാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ എന്നിവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിലെ മൂശാരിപ്പറമ്പിൽ ശൈലജ പുരുഷോത്തമൻ ദമ്പതികളുടെ 3ാമത്തെ മകനായ പ്രശോഭ് പുരുഷോത്തമൻ 20 വയസ്സ് പോളിടെക്നിക്ക് പഠനം കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. ആ കുട്ടിക്ക് പെട്ടെന്നൊരു പനി വന്ന് കാരിത്താസ് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ട്യൂബർകുലോസിസ് മെനിഞ്ചൈറ്റിസ് എന്ന അതീവ ഗുരുതരമായ രോഗത്തിന് അടിമപ്പെട്ട് നിൽക്കുന്ന വളരെ ഗുരുതരമായൊരു സ്ഥിതിയാണ് പ്രിയങ്കരായ ശ്രീ പ്രശോഭനുള്ളത്. അദ്ദേഹത്തെ ഉടനെ തന്നെ രാജഗിരി ഹോസ്പിറ്റലിലാക്കുകയും ഇപ്പോൾ അവിടെ വെന്റിലേറ്ററിൽ കഴിയുന്ന സ്ഥിതിയാണുള്ളത്. അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ഏകദേശം 4 മാസത്തോളം തുടർച്ചയായ ചികിത്സ ആവശ്യമായി വരും എന്നാണ് അദ്ദേഹം റിക്കവറായി കിട്ടുവാനായിട്ട്. ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി 35-40 ലക്ഷം രൂപയോളം ചെലവാകുമെന്നാണ് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ആയത് കണ്ടെത്തുന്നതിന് നിർധനരായ അവരുടെ മാതാപിതാക്കൾക്ക്, പുരുഷോത്തമൻ ചേട്ടനായാലും ശൈലജ ചേച്ചിക്കും അത് കഴിയാത്ത വലിയ ഒരു ബുദ്ധിമുട്ടിലാണ് അവർ നിൽക്കുന്നത്. 3 ആമക്കളാണ് അവർക്കുള്ളത്. അതിൽ ഏറ്റവും ഇളയ കുട്ടിയാണ് ഈ പുരുഷോത്തമൻ. പഠിത്തത്തിലൊക്കെ അതിസമർത്ഥനായിരുന്ന കുട്ടിയുടെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാൽ മാത്രമേ ആ വലിയ തുക കണ്ടെത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് പഞ്ചായത്തിൽ ഞങ്ങളുടെ വാർഡിൽ തന്നെ അവിടുത്തെ കുടുംബശ്രീയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സുമനസ്സുകളായ ആളുകളെല്ലാം കൂടി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു യോഗം ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി പണം സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടന്നു വരികയാണ്. അപ്പോൾ മാഞ്ഞൂർ പഞ്ചായത്ത് തലത്തിൽ തന്നെ മുഴുവനായി അതിനുവേണ്ടിയുള്ള പണ സമാഹരണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു യജ്ഞം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകൾ, ലോകത്തെവിടെയുള്ള ആളുകളാണെങ്കിലും ശരി, എല്ലാവരും ഇതിനോട് അനുഭാവപൂർവ്വം പരിഗണിക്കണം. ഇത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ, പ്രശോഭൻ്റെ ജീവൻ രക്ഷിക്കുക വഴി
നമ്മുടെ നാട് ഒന്നിച്ച് ഒരു കൂട്ടായ്മയോടെ ഒരുമിച്ച് നിന്ന് ആ കുടുംബത്തെ രക്ഷിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് രംഗത്തിറങ്ങണമെന്നാണ് ഞാനിതിനായി എനിക്ക് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ജൂലൈ 14 ഞായറാഴ്ച മാഞ്ഞൂർ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും പ്രശോഭിനു വേണ്ടി ധനശേഖരണം നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രശോഭിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി കോതനല്ലൂർ ഫെഡറൽ ബാങ്ക് ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. 178000048226 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് പണം അയച്ച് പ്രശോഭിന് ചികിത്സാ സഹായം നൽകാവുന്നതാണ്. ഉദാരമതികളുടെ കനിവും കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ഫെഡറൽ ബാങ്ക് കുറുപ്പുന്തറ ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ 17800100048226. IFSC കോഡ് FDRL 000178. I4U ന്യൂസ് ഏറ്റുമാനൂർ.